ഒന്ന് കണക്കിന്റെ കാര്യവും, രണ്ട് ഓട്ടോണമിയുടെ കാര്യവും. ഈ രണ്ട് കാര്യങ്ങൾക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടില് കണക്കിന്റെ കാര്യത്തിൽ റിസർവ് ബാങ്ക്, ഇപ്പോൾ ബാങ്കുകൾക്കെല്ലാം അറിയാം, ഇപ്പോൾ റിസർവ് ബാങ്ക് 4500ഓളം ടെസ്റ്റുകളിൽ വെരിഫിക്കേഷൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വെരിഫിക്കേഷൻ നടത്തി കഴിയുമ്പോഴത്തേക്കും ഈ കണക്ക് ഉറപ്പായിട്ടും പുറത്തു വന്ന് തന്നെ തീരണം. ആ കണക്ക് പുറത്തു വരും, അതിൽ സംശയമൊന്നുമില്ല. ഒന്ന്. പിന്നെ കണക്കിന്റെ കാര്യത്തിൽ റിസർവ് ബാങ്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക്, നമുക്ക് ഉർജിത് പട്ടേലോ അല്ലെങ്കിൽ വ്യക്തികളെ വിടുക, എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് കറൻസി വിത്ത് ദ പബ്ലിക് എത്രയാണ്, ടോട്ടൽ ബാങ്കുകളിൽ മൊത്തം ഇന്ത്യയിലെ ഡെപ്പോസിറ്റ് എത്രയാണ്, നിക്ഷേപം എത്രയാണ്, ഈ മാതിരി കണക്കുകളെല്ലാം എല്ലാ ആഴ്ചയും പുറത്തു വിടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിസർവ് ബാങ്ക്. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്റഗ്രിറ്റി, ഇതിപ്പോ ഒരു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റോ അങ്ങനെയല്ല കാണേണ്ടത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് റിസർവ് ബാങ്ക് കണക്കുകൾ പുറത്തുവിടാൻ സന്നദ്ധമായിട്ട് നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ അവര് ഇപ്പൊ മേ ബി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ കണക്ക് ഡിസംബർ 10 പുറത്തുവിട്ട കണക്ക് അതിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു എന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഡിസംബർ 10 പുറത്തുവിട്ട കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ കള്ളപ്പണം അത്ര കണ്ട് ഇല്ല എന്ന ഒരു തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകും എന്നതുകൊണ്ടാണോ ഈ കണക്ക് വൈകിപ്പിക്കുന്നത്? ഇപ്പോൾ തന്നെ 20 ദിവസം ആയി ഈ ഇടപാടുകളെല്ലാം അവസാനിച്ചിട്ട്, ഡിസംബർ 31 അവസാനിച്ചതാണല്ലോ. ഇത്രയും സമയം അതുകൊണ്ടാണോ എടുക്കുന്നത്? ഇനിയും എന്തിനാണ് ഈ സമയം കൂടുതലായി വേണ്ടി വരുന്നത്? ഈ ബാങ്കുകൾ ആദ്യം നൽകിയ കണക്കുകൾ തെറ്റായിരുന്നു? ഇല്ല, അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാങ്കുകളുടെ ശാഖകളിൽ നിന്നുള്ള കണക്കുകൾ സമാഹരിച്ചിട്ടാണ് ഓരോ ബാങ്കും അവരുടെ കണക്ക് റിസർവ് ബാങ്കിന് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പം ചില ശാഖകളിലൊക്കെ ഈ റിപ്പോർട്ടിങ്ങിൽ ചില തെറ്റുകൾ ആദ്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഡെയിലി റിപ്പോർട്ടിങ്ങിന്റെ സംഗതിയായിരുന്നു. ആ തിരക്കും മറ്റുള്ള കാരണങ്ങളും കൊണ്ട് കുറച്ചധികം കറക്ഷൻസ് അതിൽ വേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഡിസംബർ 31 വരെ ബാങ്കുകളിൽ വന്നിട്ടുള്ളതിന്റെ കണക്കാണല്ലോ നാം ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഈ ഒരു 4500ഓളം ടെസ്റ്റിന്റെ വെരിഫിക്കേഷനും മറ്റുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള കണക്കുകളും ഒക്കെ കൂടി ഇതെന്തായാലും പുറത്ത് വിട്ടല്ലേ പറ്റുള്ളൂ. ഈ കണക്ക് പുറത്ത് വിടാതെ, കാരണം നമ്മുടെ ഒരു സംവിധാനത്തിന്റെ, ഇതും വ്യക്തിപരമായിട്ടല്ല, നമ്മുടെ ഇപ്പോൾ PSCയിൽ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ പാർലമെന്റിൽ ചോദ്യം ചെയ്യും. അപ്പൊ ഈ കണക്ക് പുറത്തു വരുന്നുള്ളതിൽ ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, ഓട്ടോണമിയുടെ കാര്യത്തിലും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഈ റിസർവ് ബാങ്കിന്റെ ഈ തീരുമാനം ഓട്ടോണമിക്ക് വിരുദ്ധമായിട്ട് നാം കാണുന്നു എങ്കിൽ ഒരു കാര്യം, ഡിസംബർ 5, 6 റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി പുറത്തു വന്നു. അന്ന് 90% മാർക്കറ്റ് പാർട്ടിസിപ്പൻസും പ്രതീക്ഷിച്ചിരുന്നത് റിസർവ് ബാങ്ക് പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കുമെന്നായിരുന്നു. അവർ പലിശ നിരക്ക് വെട്ടിക്കുറച്ചില്ല അന്ന്, അതായത് ഡിസംബർ 5, 6 മോണിറ്ററി പോളിസിയിൽ. അപ്പൊ അന്ന് ഈ മിക്കവാറും എല്ലാ ബാങ്ക്സും പ്രതീക്ഷിച്ചിരുന്നതാണ് റിസർവ് ബാങ്ക് തീർച്ചയായിട്ടും വെട്ടിക്കുറയ്ക്കും. അപ്പൊ അതൊക്കെ ഓട്ടോണമി ഊട്ടിയുറപ്പിക്കുന്ന നടപടികളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഓട്ടോണമി ആകപ്പാടെ തകർന്നെന്നോ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വീക്കനായെന്നോ ഒക്കെ കാണുവാനുള്ള സമയമായിട്ടില്ല. പിന്നെ ഇത് പൊതുവെ, അതായത് ഈ നടപടി കൊണ്ട് ഉണ്ടായിട്ടുള്ള കുറെ ദോഷവശങ്ങൾ, അതായത് എക്കോണമി സ്ലോ ഡൗൺ ചെയ്യുന്നുള്ളത് ആൾക്കാർ പറയുന്നു, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇത് മറികടക്കാനായിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് ഇനി ഗവൺമെന്റ് എടുക്കുന്നത് എന്നതിലേക്ക് വേണമെന്ന് നാം ഉറ്റുനോക്കാൻ. കണക്ക് വരണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, ഈ റിസർവ് ബാങ്കിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഈ നവംബർ 7, 8 തീയതികളിലെ റിസർവ് ബാങ്കിന്റെ തീരുമാനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സർക്കാരിൽ നിന്ന് ഒരു ഉപദേശം കിട്ടുന്നു, ആ ഉപദേശമല്ല നിർദ്ദേശം തന്നെ കിട്ടുന്നു. ആ നിർദ്ദേശം പാസ്സാക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് ബോർഡ് കൂടുന്നു, തീരുമാനമെടുക്കുന്നു, സർക്കാരിലേക്ക് വിടുന്നു, ഉടൻ മന്ത്രിസഭ കൂടുന്നു, തീരുമാനം പ്രധാനമന്ത്രി നവംബർ 8 പ്രഖ്യാപിക്കുന്നു. അതിനു മുമ്പ് ശ്രീ ജോസഫ് സി മാത്യു ഇവിടെ സൂചിപ്പിച്ച കാര്യം, ഓഗസ്റ്റ് 11 അതിനു മുമ്പ് ബോർഡ് കൂടിയത്. പക്ഷേ ഈ 2000 നോട്ടിന്റെ ഇന്റന്റ് അന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഓഗസ്റ്റ് 29 RBI പുറത്തുവിട്ട കണക്ക് ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 2016, 2017 പ്രിന്റ് ചെയ്യാൻ കൊടുത്ത ഇന്റന്റിൽ 2000 രൂപ നോട്ടില്ല. പലിശ നിരക്ക് കുറച്ചിട്ടില്ല എന്ന കാര്യം വെച്ചുകൊണ്ട് പരമാധികാരം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിനും മറുപടി പറയേണ്ടതാണ്. അല്ല മഞ്ജുഷ്, അതില് എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളത്, ഇപ്പോ രണ്ടുപേര് ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ വ്യക്തമായ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആൾക്കാരാണ്. അവരോടുള്ള ബഹുമാനത്തോടു കൂടി പറയുന്നു. നമ്മുടെ മൂന്നാമത്തെ ഒരാള് IT വിദഗ്ധരും നേരത്തെ ഉപദേഷ്ടാവുമായിരുന്ന ആളാണ്. ഞാൻ പറയുന്ന ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി എടുക്കുന്ന തീരുമാനം, ഒരു വ്യക്തി അല്ലല്ലോ ഈ തീരുമാനം എടുത്തത്.
ഞാൻ റിസർവ് ബാങ്കിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറയില്ല. ഇതിന്റെ ഒരു വസ്തുനിഷ്ഠമായ കാര്യം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഇപ്പോ ഉർജിത് പട്ടേലോ XYZ ഒരു വ്യക്തിയാണ് ഈ തീരുമാനം എടുത്തതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ വ്യക്തിയെ ബോധപൂർവം സമ്മർദ്ദം ചെലുത്തി ഈ തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചു. ഇതൊരു ബോർഡ്, ഒരു കമ്മിറ്റി എടുത്ത തീരുമാനമല്ലേ. അപ്പൊ നമ്മുടെ ഈ ബോർഡിന്റെയും കമ്മിറ്റിയുടെയും ഒക്കെ സ്വാതന്ത്ര്യം അത്രയ്ക്കങ്ങ് ഇല്ലാതായി എന്ന് വിശ്വസിക്കാൻ തരത്തിലുള്ള കാര്യങ്ങളൊന്നും പിന്നീടുള്ള നടപടികളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഇടപെടുകയാണ് ശ്രീ ആദി കേശവൻ. ശ്രീ MP രാജേഷ്, ഇപ്പോൾ 10 അംഗ ഡയറക്ടർ ബോർഡിൽ 8 പേരും അന്ന് പങ്കെടുത്തിരുന്നു, ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഒരാൾ വിദേശത്തായിരുന്നു, ഒരാൾ മുംബൈയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് യോഗത്തിൽ പങ്കെടുക്കാനായിരുന്നില്ല. 11 പോസ്റ്റ് ഫില്ല് ചെയ്യാതെ കിടക്കുകയുമാണ്. അല്ല, ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ ഒരാൾ വ്യക്തിപരമായി എടുത്ത തീരുമാനമായിരുന്നില്ല എന്ന് ശ്രീ ആദി കേശവന്റെ വാദം അതാണ്. ശ്രീ MP രാജേഷ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം റിസർവ് ബാങ്കിൻ്റെ ഓട്ടോണമിയെ സംബന്ധിച്ചിട്ടുള്ള സംവാദമാണല്ലോ. ഞാൻ ഇവിടെ റിസർവ് ബാങ്കിൻ്റെ ഓട്ടോണമിയെ വീക്കൻ ചെയ്യുന്നു മോഡി ഗവൺമെൻറ് വന്ന ശേഷം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ വിലയിരുത്താറായിട്ടില്ല എന്ന്. ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, അദ്ദേഹം ഇവിടെ പറഞ്ഞ മോണിറ്ററി പോളിസിയുടെ വിഷയം, നേരത്തെ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും റിസർവ് ബാങ്കിൻ്റെ ഡൊമൈനിൽ വന്നിരുന്ന കാര്യമാണ്. റിസർവ് ബാങ്കിൻ്റെ അധികാര പരിധിയിലായിരുന്നു അത് വന്നിരുന്നത്. എന്നാൽ ഈ ഗവൺമെൻറ് വന്ന ശേഷമല്ലേ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അധികാര പരിധിയിലേക്ക് ഇത് വന്നത്. റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണമായിട്ടും റിസർവ് ബാങ്ക് ഡൊമൈനിലല്ലല്ലോ ഇപ്പോഴുള്ളത്. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ അംഗങ്ങളുടെ അതിൻ്റെ ഘടന എന്താണ്? അതിൻ്റെ ഘടന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി, റിസർവ് ബാങ്കിൻ്റെ 2 പ്രതിനിധി, പിന്നെ പുറത്തു നിന്നുള്ള 2 പ്രതിനിധികൾ, മിക്കവാറും കോർപ്പറേറ്റുകളുടെ പ്രതിനിധികളാണ് പുറത്തു നിന്നുള്ള 2 പേരായിട്ട് വരുന്നത്. കോർപ്പറേറ്റ് താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ 5 അംഗങ്ങളിൽ റിസർവ് ബാങ്കിന് 2 ആളേ ഉള്ളൂ. 3 പേർ റിസർവ് ബാങ്ക് അല്ല, പുറത്തു നിന്നാണ്. അപ്പോൾ എന്ത് ഓട്ടോണമിയാണുള്ളത്? ഗവൺമെൻറ്റിനും പിന്നെ പുറത്തു നിന്നുള്ള 2 പേർക്കും. അപ്പോൾ ഒന്ന്, റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരപരിധിയിൽ നിന്ന് മോണിറ്ററി പോളിസിയെ എടുത്തു മാറ്റി. 2, പുതിയ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ റിസർവ് ബാങ്കിൻ്റെ പ്രാതിനിധ്യം യഥാർത്ഥത്തിൽ ന്യൂനപക്ഷമാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഈ ഗവൺമെൻറ് വന്ന ശേഷമാണ് PDMA, പബ്ലിക് ഡെറ്റ് മാനേജ്മെൻറ്റ് ഏജൻസി, നേരത്തെ റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരപരിധിയിൽ ഉണ്ടായിരുന്നതാണ്. സർക്കാരിൻ്റെ കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്തിരുന്നത് അത് പുറത്തായി, അത് PDMAയുടെ അധികാരപരിധിയിലേക്ക് മാറി. ഇങ്ങനെയുള്ള ധാരാളം. മൂന്നാമത്തെ കാര്യം SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. SLR ഇപ്പോൾ കോർപ്പറേറ്റ് ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സൂക്ഷിക്കാൻ ഉള്ള നിക്ഷേപിക്കാം എന്ന നില വന്നിരിക്കുന്നു. ഇതെല്ലാം റിസർവ് ബാങ്കിൻ്റെ ഓട്ടോണമിക്ക് മേലുള്ള കടന്നാക്രമണം തന്നെയാണ്. അത് റിസർവ് ബാങ്കിൻ്റെ മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാനൊരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു, ഇതിൽ രാഷ്ട്രീയവുമുണ്ട്. ഞങ്ങളതിനെ കാണുന്നത് റിസർവ് ബാങ്കിൻ്റെ മാത്രമായിട്ടല്ല. ആസൂത്രണ കമ്മീഷനെ ഇല്ലാതാക്കി പകരം നീതി ആയോഗ് വന്നു. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നേരെ, ജുഡീഷ്യറിക്ക് നേരെയും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പാർലമെൻറ്റിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ അതിനെ അണ്ടർമൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും നേരെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തെ നിർണായകമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെ എല്ലാം ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അണ്ടർമൈൻ ചെയ്യുന്ന ഒരു സമീപനം മോഡി ഗവൺമെൻറ് ആസൂത്രിതമായിട്ട് ദുർബലപ്പെടുത്തുന്ന സമീപനം ഈ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് എന്തുകൊണ്ടാണ് ഉർജിത് പട്ടേൽ PSCക്ക് മുന്നിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ പോകുന്നത് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഉത്തരങ്ങൾ അദ്ദേഹത്തിന് നൽകാൻ കഴിയില്ല? അങ്ങനെയല്ലല്ലോ, അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് ആരും പറഞ്ഞില്ല. വെറുതെ നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിന് 15 ദിവസം സമയം കൊടുത്തിരിക്കുകയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ. അതെ, PSC അംഗങ്ങളെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ആളൊന്നുമല്ല. PSC അംഗം തന്നെ രാഷ്ട്രീയ, അതിൻ്റെ അപ്പോയിൻമെൻറ്റ് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണല്ലോ. പിന്നെ ഓട്ടോണമസ് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതിനെ കൂടുതൽ കടക്കാതിരിക്കണം എന്നുള്ളത് നമുക്കറിയാമല്ലോ. കേരളത്തിൽ ഏതെല്ലാം ഓട്ടോണമസ് ബോഡികളുണ്ട്, അവിടെയൊക്കെ ഏത് തരത്തിലാണ് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ട്. പിന്നെ കണക്കിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് പറയാത്തത് ഇത്രയും ദിവസമായില്ലെന്ന്. നേരത്തെ ആദികേശവൻ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 4070 കറൻസി ചെസ്റ്റുകളെന്ന് പറയുന്നത്
പറയുമ്പോൾ അതൊരു പ്രത്യേക ബോഡിയല്ല. നിലവിൽ വർക്ക് ചെയ്യുന്ന ബാങ്കുകളെ ഇത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നിർത്തിക്കുന്നത്. അതുകൊണ്ട് 14.45 ലക്ഷം കോടി അക്കൗണ്ട് ഇത് വരുമ്പോൾ അതിൻ്റെ ഡിനോമിനേഷൻ നോക്കുമ്പോൾ തന്നെ എത്രയോ മടങ്ങ് വരും. അപ്പോൾ അത്രയും കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ എണ്ണി ചിട്ടപ്പെടുത്തി വരണമെങ്കിൽ ഇതൊരു പ്രത്യേക ബോഡി എന്നുള്ള നിലയിൽ ബാങ്കുകൾ കറൻസി ചെസ്റ്റുകൾ പ്രവർത്തിക്കാൻ പറ്റില്ല. അവർക്ക് തുടർന്ന് ബാങ്കുകളാണ് പ്രവർത്തിക്കുന്നത് കറൻസി ചെസ്റ്റുകളായിട്ട്. അപ്പോൾ അവർക്ക് ബാക്കി ബാങ്കിങ് മേഖലയിലേക്ക് പോകുമ്പോൾ കുറച്ച് താമസം വരും. ഇന്നറിയാമെന്നുള്ള നാളെ അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. ഇതൊന്നും ഇപ്പോൾ വലിയ പ്രശ്നമായി അവതരിപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാതെ വെറുതെ ഇതിനെ ഈ ഡിമോണിറ്റൈസേഷനെ എതിർക്കുന്ന കുറേ ആളുകൾക്കുണ്ട്. അവർക്ക് ആശ്വാസം കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ അവർക്ക് സ്വീകരിക്കാം. പക്ഷേ യഥാർത്ഥ വസ്തുത എന്താ? ഏകദേശം ഒരു പ്രാഥമിക കണക്ക് വന്നല്ലോ. രാജേഷ്, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളും ഞാനും ഒക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാലോ. 14.45 ലക്ഷം കോടി രൂപയുടെ 1000-ൻ്റെയും 500-ൻ്റെയും കറൻസികൾ അച്ചടിച്ചു. ഇന്ന് വരെ റിസർവ് ബാങ്കിന്റെ ഗവർണർക്ക് ഇത് ആരെ കയ്യിലിരിക്കുന്നു എന്ന് അറിയാൻ പറ്റുമോ? എന്താ കണക്കുള്ളത്? ഇപ്പോൾ ഈ നടപടിയോടുകൂടി ഇത് ആരുടെ കയ്യിൽ, നിങ്ങൾ മുഴുവൻ പൈസയും തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ പോലും ആരുടെ കയ്യിൽ ഉണ്ട്, ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായില്ലേ? ഇത് ഇനി എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് മോണിറ്റർ ചെയ്യാൻ കഴിയില്ലേ? രണ്ടാമത് ഇപ്പോൾ പ്രാഥമിക കണക്കെടുപ്പിൽ തന്നെ അസാധുവാക്കിയ നോട്ടുകളിൽ മുഴുവൻ തിരികെ വന്നാലും ആ ഉദ്ദേശ ലക്ഷ്യം സാധൂകരിച്ചു എന്നാണോ അവകാശപ്പെടുന്നത്? നേരത്തെ പറഞ്ഞിരുന്നത് ഒരു 3 മുതൽ 4 വരെ ലക്ഷം കോടി രൂപ തിരികെ വരില്ല. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോ 60 ലക്ഷം അക്കൗണ്ടുകൾ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാതെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതിന്റെ കണക്ക് പരിശോധിച്ച് വന്നപ്പോൾ തന്നെ 3 മുതൽ 4 ലക്ഷം കോടി വരെ അൺഅക്കൗണ്ടഡ് മണി ഏകദേശം പ്രാഥമിക കണക്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 7 ലക്ഷം കോടി 7 ലക്ഷം അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ എമൗണ്ട്. ഈ 14 ലക്ഷത്തിൽ 7 ലക്ഷം അക്കൗണ്ടുകൾ അതിലാണ് ഈ പറഞ്ഞിട്ടുള്ള 3 ലക്ഷം മുതൽ 4 ലക്ഷം കോടി രൂപ വരെ അൺഅക്കൗണ്ട് മണി വന്നിട്ടുള്ളത്. അത് തന്നെ ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ് കൂടുതലും. ജൻധനും ഉണ്ടായിരിക്കും. 97% കറൻസിയും തിരികെ വന്നു എന്ന രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. പക്ഷെ അതിന് കൃത്യമായി റിസർവ് ബാങ്ക് അതിനൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, അത് പറയാതെ പോകാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ മൈക്രോ സർവൈലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇത് അധികാര തിമിരമാണ് ഈ സംസാരിക്കുന്നത്. ഇന്നലെ അധികാരം കിട്ടിയപ്പോൾ ഉള്ള ഒരു തിമിരമാണിത്. അതിലേക്ക് ഞാൻ കൂടുതൽ വരുന്നില്ല. ഓരോരുത്തരുടെയും ട്രാൻസാക്ഷൻ, ഓരോരുത്തരുടെ കയ്യിൽ എന്തിനു വേണ്ടി പൈസ ഉപയോഗിക്കുന്നു എന്ന് അറിയണം എന്ന് പറയുന്ന ഒരു അധികാരം ഒരു ഭരണാധികാരിക്കും ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല ഇതുവരെ. ഇത് ജനാധിപത്യ രാജ്യമാണെന്നുള്ളത് മറക്കാൻ പാടില്ല. അത് അങ്ങനെ ഒരു വീക്ഷണം തന്നെ തെറ്റാണ്. ഞാൻ ആരും നിങ്ങൾ എന്തിനു വിനിയോഗിക്കുന്നു എന്ന് പറയുന്നില്ലല്ലോ. ആരെ കയ്യിലാണ് ഇരിക്കണമെന്ന് റിസർവ് ബാങ്കിന് അറിയണ്ടേ? അത് അറിയേണ്ട കാര്യമില്ല. അത് നിൽക്കട്ടെ, ഞാൻ പറയട്ടെ. ഇത് ബാങ്കുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓരോ ദിവസവും വൈകുന്നേരം ബാങ്കുകൾ കൃത്യമായ കണക്ക് അറിയിക്കുന്നതാണ്. ആദികേശവൻ സാർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയും. 4095 ചെസ്റ്റുകളും അവരുടെ കണക്ക് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഇത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഡിസംബർ 10-ാം തീയതി ബാങ്ക് കൃത്യമായി റിസർവ് ബാങ്ക് കണക്കും വിട്ടുകൊണ്ടിരുന്നു. ഓരോ ആഴ്ചയും അവർ ആ കണക്ക് പുറത്തു വിട്ടുകൊണ്ടിരുന്നു. ഡിസംബർ 10-നാണ് അവസാനം വന്നത്. ശ്രീ അരുൺ ജെയ്റ്റ്ലി അതിനുശേഷം കണക്കുകൾ വിടാൻ പാടില്ല എന്ന് പരസ്യമായി തന്നെ നിർദ്ദേശം നൽകിയ ശേഷം ബാങ്കുകൾ ഈ കണക്ക് വിടാതെ കഴിഞ്ഞ 40 ദിവസമായി എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ കണക്കുകളെ കുറിച്ച്. അപ്പോൾ ഇതല്ല, ഞാൻ നേരത്തെ ഒരു കാര്യം അതിനെ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇതിലെ അൺഅക്കൗണ്ട് മണി എത്ര മഞ്ജുഷ്, ഒരു കാര്യം കൂടി വെരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. നേരത്തെ ശ്രീ രാജേഷ് പറഞ്ഞതിൽ ഒരു കാര്യം, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, എൻ്റെ വിചാരം PDMA ആയാലും മോണിറ്ററി പോളിസി കമ്മിറ്റി ആയാലും UPA സർക്കാരിൻ്റെ കാലത്ത് ഫൈനാൻഷ്യൽ സെക്ടർ ലെജിസ്ലേറ്റർ റിഫോംസ് കമ്മിറ്റിയുടെ സജഷൻ്റെ ഭാഗമായി വന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ RBIയെ അവരുടെ ഓട്ടോണോമിയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടി NDA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ആരംഭിച്ച ഒരു പ്രക്രിയയാണ്. പക്ഷേ NDA ഗവൺമെൻറ് വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ്റെ കാര്യത്തിലായാലും എല്ലാ ബോഡിയും